ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാ ചെറിയ മക്കളും ഉണ്ടാവും അല്ലേ? കുഞ്ഞു മക്കളുണ്ടാവുമല്ലോ, ഈ LKG-യിലും UKG-യിലൊക്കെ പോകാൻ തുടങ്ങുന്ന മക്കളുണ്ടാവും. ഇപ്രാവശ്യം സ്കൂളിൽ ചേർത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അവരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും അല്ലേ? അവർക്കൊക്കെ ഭയങ്കര സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ അവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് അവർക്ക് ആ വിശപ്പൊന്ന് പെട്ടെന്നൊന്ന് പോയി ആ ഒരു ടൈമിലുള്ള വിശപ്പൊന്ന് പോയി കിട്ടാനുള്ള ഒരു ചെറിയൊരു സ്നാക്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഒരു ബ്രെഡ് സാൻഡ്വിച്ച്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സാധനവും ഇല്ല കേട്ടോ. പുറത്തുനിന്ന് സാധനങ്ങളൊന്നുമില്ല. അത് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഇതാട്ടോ, ഇത് ഞാനേ ഒരു മുട്ട, ഒരേ ഒരു മുട്ടയാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു മുട്ടയിൽ ഒരു കുഞ്ഞ് ക്യാരറ്റ്, ഒരു ക്യാരറ്റിൻ്റെ ഒരു ചെറിയ കഷ്ണം ഞാൻ കാണിച്ചു തരാം. ഇതാ, ഈ ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റും ഒരു കുഞ്ഞ് സവോള കേട്ടോ. ഇത് മുഴുവൻ എടുക്കണേ. ഈ നമുക്ക് മുട്ട പറഞ്ഞിട്ട് കാര്യമില്ല, ഈ മുട്ടയ്ക്കകത്ത് നമുക്ക് ക്യാരറ്റിൻ്റെ സവോളേൻ്റെ ടേസ്റ്റ് മുന്നിലേക്ക് നിൽക്കണം. അതായത് ക്യാരറ്റ് സവോളയൊക്കെ നല്ലതാണല്ലോ നമുക്ക് ശരീരത്തിന്, അപ്പോൾ അത് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ മുട്ടയ്ക്കകത്തേക്ക് ഞാൻ ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വേറൊരു പൊടിവർഗ്ഗങ്ങളും ഞാൻ ചേർത്തിട്ടില്ല. ലേശം ഒരു ഉപ്പും ഒരു തുള്ളി ഉപ്പ് മാത്രം ചേർത്ത് നന്നാക്കി മിക്സാക്കി വെച്ചതാണേ. കണ്ടോ, ഞാനിങ്ങനെ മിക്സാക്കി വെച്ചതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ചാക്കി എടുക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്ന 2 ബ്രെഡാണ് കേട്ടോ. ഒന്ന് അപ്പുറം വെക്കാനുള്ള ബ്രെഡാണ്, അതായത് 2 ബ്രെഡ്. അതായത് ഇത് കഴിച്ചാൽ തന്നെ മക്കളെ വയറ് വേഗം നിറയും കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, പിന്നെ ഞാനേ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പാൻ ഒന്ന് ചൂടാവട്ടെ. തീയൊക്കെ കത്തിച്ചിട്ട് തന്നെയാണ് ഗ്യാസ് ഓണാക്കിയിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഒന്ന് പാൻ ചൂടായി കഴിയുമ്പം നമുക്ക് ജസ്റ്റ് മേലേക്ക് ഒന്ന് കൈ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് പാനൊക്കെ ചൂടായിട്ടുണ്ടെന്നറിയാം. ഓക്കെ, ഇനി അതിലേക്ക് ഞാൻ മിൽമ നെയ്യാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ നെയ്യ് ലേശം ഒഴിച്ചു കൊടുക്കാം, കുറച്ച്. ഇനി ഈ പാൻ ഉണ്ടല്ലോ നന്നായി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്താണെന്ന് പറയുക, എല്ലായിടത്തും ഈ നെയ്യിൻ്റെ ഇതൊന്ന് എത്തണം. ഓക്കെ, ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഇതുണ്ടല്ലോ, ഈ മിക്സ്, അതായത് മുട്ടയും ക്യാരറ്റും സവാളയും അതെല്ലാം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ചുറ്റിച്ച് ഈ നെയ്യ് എല്ലാവിധവും വരുന്ന ഭാഗത്തേക്ക് നമുക്കിതൊന്ന് കുതിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു സാധനം തൂക്കി കൊടുക്കണേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുരുമുളക് തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബ്രെഡ് ഇങ്ങനെ നമക്കി വെച്ച് കൊടുക്കണേ. ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പം നമുക്ക് ഈ ബ്രെഡൊന്ന് മറിച്ചിടണം. ഓക്കെ, ഞാനേ ഈ ബ്രെഡൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പുറത്തുള്ളതെല്ലാം ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ബ്രെഡും കൂടെ നമുക്ക് ഇങ്ങനെ അമുക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് അമുക്കണേ, എന്നാലേ അതിൽ നിൽക്കുള്ളൂ. ഞാൻ ജസ്റ്റ് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവണം. അധികം ഒന്ന് മൊരിഞ്ഞ് പോവരുത്, കുറച്ച് വെന്താൽ മതി. എന്നാലേ നമുക്ക് ആ ഒരു പച്ചക്കറീൻ്റെ ഒരു കറകറാന്നുള്ളൊരു കടിപ്പ് നമുക്ക് കിട്ടുള്ളൂ, എന്നാലേ പിള്ളേർക്ക് കഴിക്കാനൊക്കെ ഇഷ്ടമാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നല്ല ക്രിസ്പി മാതിരി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മളെ മക്കൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പം ഇതിൻ്റെ പുറത്തുള്ളതൊക്കെ നമുക്ക് ഇങ്ങോട്ട് ചേർത്ത് വെച്ച് കൊടുക്കാം. അപ്പം ഇതാണ് മക്കൾക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ബ്രെഡ് സാൻഡ്വിച്ച്. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാ മക്കൾക്കും ഇഷ്ടാവുന്ന സാധനം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
നമ്മളെ കുഞ്ഞുമക്കൾക്കൊക്കെ ഇഷ്ടാവുമേ. അതായത് പെട്ടെന്ന് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കുഞ്ഞു റെസിപ്പി, ശരീരത്തിനും ദോഷമല്ല, ശരീരത്തിനൊന്നും ദോഷമുള്ള സാധനങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ആകെ ഇട്ടൊരു പൊടിവർഗം എന്ന് പറയുന്ന സാധനം കുരുമുളക് മാത്രമേ ഉള്ളൂ. അത് ശരീരത്തിന് ഏറ്റവും നല്ല സാധനം തന്നെയാണ് കുരുമുളക് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത് ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ഓക്കെ, ബൈ.